എന്താണ് ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ കാര്യം മനുഷ്യന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമന്റെ റൈറ്റ്സിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെ ഇത്രയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ആയി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി എന്നാണ് ഇതിനകത്ത് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. അതിൻ്റെ റീസൺസ് എന്താണ്, എന്തൊക്കെയാണ് പല പല ഹ്യൂമൻ റൈറ്റ്സുകൾ, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഓരോ കൺട്രീസും എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സിനെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിലുമാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ നോക്കിയോ, അപ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ എന്താണ് ഒരേപോലെ, അതായത് നമ്മൾ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വിടുമ്പോൾ എല്ലാവർക്കും ഒരേപോലുള്ള റൈറ്റ്സും ഡിഗ്നിറ്റിയാണ് ഉള്ളത്. ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ അന്തസ്സും, അതായത് ഒരേപോലെയുള്ള, അതായത് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് നമ്മൾ ജനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള റൈറ്റ്സും ഡിഗ്നിറ്റിയും ഉണ്ട്. പിന്നെ ഈ ഒരു റൈറ്റ്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോറൽ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മോറൽ ക്ലെയിംസ് എന്ന് പറയാം. നമുക്ക് ഈ ഒരു റൈറ്റ്സ്, അതായത് ജനിച്ചു വീണപ്പോൾ കിട്ടിയ ഈ ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ ആസ് എ ഹ്യൂമൻ ബീങ്, നമുക്ക് എന്താണ് അതിനെ മോറൽ ക്ലെയിംസ് എന്ന് പറയാം. ഈ ഒരു മോറൽ ക്ലെയിംസ് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, ഇറ്റ് ഈസ് ഇൻഹെറന്റ് ആണ് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിൽ ഈ ഒരു റൈറ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ഇൻഹെറന്റ് എന്ന് വെച്ചാൽ പെർമനന്റ് ആണ്. ആൻഡ് ഇറ്റ് കനോട്ട് ബി ടേക്കൺ അവേ. ഇൻഏലിയനബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിച്ച് കനോട്ട് ബി ടേക്കൺ അവേ. അതായത് നമ്മൾ ജനിച്ചപ്പോൾ കിട്ടിയ ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്, വേറെ ആർക്കും അത് എടുത്തുകൊണ്ട് പോകാനും സാധിക്കില്ല, അല്ലെങ്കിൽ വേറെ ആർക്കും അത് വയലേറ്റ് ചെയ്യാനുള്ളൊരു അവകാശവുമില്ല. ഈ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോറൽ ക്ലെയിംസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പെർമനന്റ് ഫോർ അസ്. ഓക്കെ, ബൈ വിർച്യൂ ഓഫ് ദർ ഹ്യൂമാനിറ്റി എലോൺ. അതായത് വിർച്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുണ്യം എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ് ആയിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം കിട്ടുന്ന കുറച്ച് അവകാശങ്ങളാണ് ഇതൊക്കെ. അതായത് ഈ റൈറ്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകാനും സാധിക്കില്ല, വയലേറ്റ് ചെയ്യാനുള്ള അവകാശവും ഇല്ല. ആൻഡ് ദീസ് ക്ലെയിംസ് ആർ ആർട്ടിക്കുലേറ്റഡ് ആൻഡ് ഫോർമുലേറ്റഡ് ഇൻ വാട്ട് വി ടുഡേ കോൾ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ലീഗൽ റൈറ്റ്സ്. ഈ ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ, അതിനെ എങ്ങനെ വ്യക്തമാക്കിയേക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ആർട്ടിക്കുലേറ്റഡ് എന്ന് വെച്ചാൽ വ്യക്തമാക്കുക, പിന്നെ ഫോർമുലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഈ ഒരു റൈറ്റ്സിനെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിനെ പോലെ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് നമ്മളെല്ലാവരും. ഈ ഒരു ക്ലെയിംസ് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ്സ്, ഏത് ക്ലെയിം അല്ലെങ്കിൽ ഏത് റൈറ്റ്, ഇതാണ് ഈ ഒരു നമ്മൾ ഹ്യൂമൻ ബീങ് ആയതുകൊണ്ടും നമ്മുടെ റൈറ്റ്സ് പെർമനന്റ് ആണെന്നും വേറെ ആർക്കും ഇത് എടുത്തു മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഈ ഒരു കാര്യങ്ങൾ ആണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇതിനെ ഹ്യൂമൻ റൈറ്റ്സിനെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. പക്ഷെ അതിനെ കുറച്ചും കൂടി ലീഗൽ സപ്പോർട്ട് വേണം എന്നുള്ളത് കൊണ്ട്, നിയമത്തിന്റെ കീഴിൽ വരണം എന്നുള്ളത് കൊണ്ട് അതിനെ ലീഗൽ റൈറ്റ്സ് ആയിട്ട് മാറ്റിയെടുത്തു. അതായത് നമ്മളിപ്പോൾ ലീഗൽ റൈറ്റ്സ് ആയിട്ട് മാറ്റിയെടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് സംബഡി ബ്രീച്ച് അവർ അല്ലെങ്കിൽ സംബഡി വയലേറ്റ് അവർ റൈറ്റ്സ്, അപ്പോൾ നമുക്ക് നിയമത്തിന്റെ സഹായം തേടാം. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ നമ്മളിപ്പോൾ ലീഗൽ റൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അപ്പോൾ എല്ലാ സൊസൈറ്റീസും അല്ലെങ്കിൽ എല്ലാ കൺട്രീസും, നാഷണൽ ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും, ഹ്യൂമൻ റൈറ്റ്സിനെ ഇപ്പോൾ ലീഗൽ റൈറ്റ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു പാരഗ്രാഫിൽ. പിന്നെ ഈ ഒരു ലീഗൽ റൈറ്റ്സിന്റെ ബേസ് എന്ന് പറയുന്നത്, ഈ ഒരു ലീഗൽ റൈറ്റ്സ്, അതായത് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ ലീഗൽ റൈറ്റ്സ് ആയിട്ട് മാറ്റിയപ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിറ്റിസൺസിന്റെ സമ്മതമാണ്. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺസിന്റെ ഒരു സമ്മതം പോലെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതം എന്നാണ്. കൺസെന്റ് അല്ലെങ്കിൽ പെർമിഷൻ പോലെ ഇരിക്കും നല്ലൊരു ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ നല്ലോണം ഭരിക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ എന്താ പറയുക, അതിനുള്ള സപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കണം. അപ്പോൾ സിറ്റിസന്റെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ ലീഗൽ റൈറ്റ്സ് ആക്കി മാറ്റിയപ്പോൾ എന്താണ് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അല്ലെങ്കിൽ നമ്മുടെ സമ്മതം പ്രകാരമാണ് എന്താ പറയുക ഈ ഒരു ലീഗൽ റൈറ്റ്സ് ആക്കി മാറ്റിയത് ഹ്യൂമൻ റൈറ്റ്സിനെ. അതായത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ സിറ്റിസൺസിന്റെ സമ്മതപ്രകാരവും അല്ലെങ്കിൽ കൺസെന്റോട് കൂടിയാണ് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ ലീഗൽ റൈറ്റ്സ് എന്നുള്ള തലത്തിലോട്ട് മാറ്റിയത്. അതാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. കൺസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതം എന്നാണ് മീനിങ്. സെക്കൻഡ് പാരഗ്രാഫിനകത്ത് എന്താണ്, ദ വാല്യൂസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ഇക്വാളിറ്റി. അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാല്യൂസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ഇക്വാളിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലൈക്ക് മെനി അതർ ബേസിക് പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർലൈ വാട്ട് വി ടുഡേ കോൾ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് നമ്മുടെ ഇക്വാളിറ്റി, അതായത് എല്ലാ ആളുകളും ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യവംശത്തിലുള്ള എല്ലാവരും ഒരുപോലെയാണ്. അല്ലാതെ അതിനകത്ത് വേറെ ഡിവിഷൻസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നമ്മളുടെ വാല്യൂസ്,
അതായത് നമ്മുടെ പിന്നെ വാല്യൂസും പിന്നെ നമ്മളെല്ലാവരും എന്താണ് ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ്. അപ്പം ഏത് സിവിലൈസേഷൻ എടുത്താലും, ഏത് കൾച്ചർ എടുത്താലും, ഏത് റിലിജൻ എടുത്താലും, ഏത് ഫിലോസഫിക്കൽ ട്രഡീഷൻ എടുത്താലും എന്താണ് ഹ്യൂമൻ ബീയിങ്സിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ആണ്. അപ്പം അതിനകത്ത് വേറെ ഡിവിഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നമുക്ക് ഒരുപാട് സിവിലൈസേഷൻസ്, റിലിജിയൻ, ഫിലോസഫി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹ്യൂമൻ ബീയിങ്സിന്റെ റൈറ്റ്സിന്റെ കാര്യം വരുമ്പോൾ അതെല്ലാവർക്കും ഈക്വൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആണ്. എല്ലായിടത്തും ഒരുപോലെയാണ്. പിന്നെ തേർഡ് പാരഗ്രാഫിനകത്ത് എന്താ പറയുന്നത് നോക്കിക്കോ. ഹ്യൂമൻ ലൈഫ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഹാവ് ബീൻ ഡിസ്റിഗാർഡഡ്. അതായത് നമ്മുടെ റൈറ്റ്സ്, പക്ഷേ ഹിസ്റ്ററി, നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാ രാജ്യത്തിലും, അല്ലെങ്കിൽ ഏത് സിവിലൈസേഷൻ എടുത്താലും, ഏത് റിലിജൻ എടുത്താലും, ഏത് കൺട്രി എടുത്താലും എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചരിത്രത്തിലെ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഓരോ ഹാപ്പനിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇവൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹ്യൂമൻ ലൈഫിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഡിസ്റിഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർഡ്, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതായത് ഇപ്പം എല്ലാ റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ് എല്ലാ സിറ്റിസൺസിനും. അത് ഏത് സെഞ്ചുറി എടുത്താലും ഹ്യൂമൻ ബീയിങ്സിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ തന്നെയാണ്. പക്ഷേ ഇങ്ങായിട്ട് ഹിസ്റ്ററിയിലെ ഓരോ ഇൻസിഡൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഏത് ഹിസ്റ്ററി ആണെങ്കിലും, ഏത് രാജ്യത്തിന്റെ ഹിസ്റ്ററി ആണെങ്കിലും, എന്തിന്റെ ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ഹ്യൂമൻ റൈറ്റ്സിനെ അവിടെ ഇവിടെയും ഒക്കെ കുറച്ച് വയലേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഈ ഒരു പാരഗ്രാഫിനകത്ത്. ഇനി നാച്ചുറൽ ലോ എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ, കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തേർഡ് പാരഗ്രാഫിനകത്ത്. നാച്ചുറൽ ലോ എന്നാണ് എന്ന് വെച്ചാൽ എന്താ മിസ് പറഞ്ഞിട്ടുണ്ട്? നാച്ചുറൽ ലോ എന്ന് വെച്ചാൽ ലോ ഗിവൺ ബൈ ദി ഗോഡ്. ഈ ഒരു നാച്ചുറൽ ലോ ആയിട്ടാണ് നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ. അതായത് നമ്മൾ ജനിച്ച് വീണു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ലോ ഏതാണ്? നാച്ചുറൽ ലോ ആണ്. അതായത് ലോ ബൈ ദി ഗോഡ്. നമ്മൾ ഗോഡിന്റെ ആ ഒരു ലോയിൽ അല്ലെങ്കിൽ നിയമത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതായത് ഗോഡാണ് അതോറിറ്റേറ്റീവായിട്ട് നമ്മുടെ എല്ലാ ലൈഫ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു മീനിങ് ആണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേച്ചറിന്റെ ലോ എന്നും പറയാം നമുക്ക്, അല്ലെങ്കിൽ ഗോഡിന്റെ ലോ എന്നും പറയാം നമുക്ക്. അപ്പൊ ഈ നാച്ചുറൽ ലോ എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? കോൺസെപ്റ്റ് ഓഫ് എ ബോഡി ഓഫ് റൂൾസ് വിച്ച് ഓട്ട് ടു പ്രിവെയിൽ ഇൻ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നിലനിൽക്കേണ്ട കുറച്ച് റൂൾസ് ആണ് നാച്ചുറൽ ലോ എന്ന് പറഞ്ഞേക്കുന്നത്. ഒരു സൊസൈറ്റിയിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു റൂൾസ് അല്ലെങ്കിൽ കുറെ റൂൾസ്, സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന കുറെ റൂൾസ്, അതാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ഇൻ റൈറ്റ്സ് റെക്കഗ്നൈസ്ഡ് ഇൻ നാച്ചുറൽ ലോ വാസ് ലോങ് അക്സെപ്റ്റഡ് ഇൻ മെനി സൊസൈറ്റീസ്. ഈ നാച്ചുറൽ ലോ എന്ന് പറഞ്ഞാലും എന്താണ്? ഇക്വാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് നാച്ചുറൽ ലോ. അതായത് എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഗോഡിന്റെ കണ്ണിലാണെങ്കിലും നേച്ചറിന്റെ കണ്ണിലാണെങ്കിലും ഒരുപോലെയാണ്. അതാണ് ഇക്വാലിറ്റി. ഈ ഒരു നാച്ചുറൽ ലോയുടെ പ്രിൻസിപ്പിൾ എന്താണ്? ഇക്വാലിറ്റി ഇൻ റൈറ്റ്സ് ആണ്. അത് ഒരുപാട് സൊസൈറ്റീസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളും ആണ്. പക്ഷെ എന്നാൽ പോലും എന്ത് സംഭവിക്കുന്നു? ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് ആ ഒരു വേർതിരിവ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പല രൂപങ്ങളിൽ. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഡിസ്ക്രിമിനേഷൻ എങ്ങനെയൊക്കെ സംഭവിക്കാം? ഫസ്റ്റ് ഡ്യൂ ടു ഇഗ്നോറൻസ്, സെക്കൻഡ് ഡ്യൂ ടു പ്രജുഡിസ്, പിന്നെ തേർഡ് എന്താണ്? ഫലേഷ്യസ് ഡോക്ട്രിൻസ്. ഫസ്റ്റ് എന്താണ്? ഇഗ്നോറൻസ് മൂലം, അറിവില്ലായ്മ മൂലം ഈ ഇക്വാലിറ്റി, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഈക്വൽ ആണെന്നുള്ള ഈ ഒരു കാര്യം അറിവില്ലായ്മ മൂലം ആളുകൾ എന്താ പറയാ, നമ്മുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നവരുണ്ട് അറിവില്ലായ്മ മൂലം. അതായത് ഇഗ്നോറൻസ് കൊണ്ട്, നമുക്ക് കൂടുതൽ അറിവൊന്നുമില്ല നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച്, അതുകൊണ്ട് അങ്ങനെ നമ്മുടെ റൈറ്റ്സ് കുറച്ച് വയലേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ പ്രജുഡിസ് മൂലം, പ്രജുഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻധാരണകൾ. അതായത് നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ ഇത് കാണും അയാളെക്കുറിച്ച്, അയാളുടെ ഒരു അപ്പിയറൻസ് വെച്ച് നമ്മൾ കുറേ ജഡ്ജ്മെന്റ്സ് നടത്തും നമ്മുടെ മൈൻഡിൽ. അതിനെയാണ് പ്രജുഡിസ് എന്ന് പറയുന്നത്. അത് ശരിയാവണമെന്നും ഇല്ല, അത് തെറ്റാവണമെന്നും ഇല്ല. ഓക്കെ, അതിനാണ് പ്രജുഡിസ് എന്ന് പറയുന്നത്. മുൻധാരണകൾ അല്ലെങ്കിൽ മുൻവിധി എന്ന് പറയും. അപ്പൊ ഇഗ്നോറൻസ് കൊണ്ടും പ്രജുഡിസ് കൊണ്ടും, പിന്നെ ഫലേഷ്യസ് ഡോക്ട്രിൻസ്, അതെന്ന് വെച്ചാൽ ഫോൾസ് ബിലീവ്സ്. ഈ ഫോൾസ് ബിലീവ്സ് എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ, തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ടും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം വയലേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ ഇഗ്നോറൻസ് കൊണ്ടും പ്രജുഡിസ് കൊണ്ടും ഈ ഒരു ഫോൾസ് ബിലീഫ് കൊണ്ടും ഒക്കെ ഇനിക്വാളിറ്റിയെ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഹ്യൂമൻ ബീയിങ്സിനെ ഒരുപോലെ കാണാതെ എന്താ പറയാ, അവരെ കാസ്റ്റ്, കളർ, റേസ് വെച്ച് അതെന്താണ് അങ്ങനെയൊക്കെ
ഓരോരുത്തരും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഡിവിഷൻ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഒന്നുകിൽ ഇഗ്നോറൻസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുൻധാരണകളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാൾസ് ബിലീഫ്സും ഉണ്ടായിരിക്കും. അതായത് മിസ് പറഞ്ഞ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കൻസ് മറ്റേ ഒരു പോം പഠിപ്പിച്ചില്ലേ മായ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസിനകത്ത് എന്താ പറയുന്നത്, ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുവാണ്, കളറിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവരുടെ റൈറ്റ്സ് വയലേറ്റഡ് ആവുകയാണ്. ആരാണ് വയലേറ്റ് ചെയ്യിപ്പിക്കുന്നത്, വൈറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലേ. ബ്ലാക്സിന്റെ റൈറ്റ്സ് വൈറ്റ് ആയിട്ടുള്ള ആളുകൾ നശിപ്പിക്കുകയാണ്. ആ ഒരു റൈറ്റ് അവരെ ഈക്വൽ ആയിട്ട് കാണുന്നില്ല, പകരം എന്താണ് അവരെ ഡിവൈഡ് ചെയ്ത് അവരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. അതായത് ഓരോരുത്തരും അവരവരുടെ ബിലീഫിനനുസരിച്ച് അവരവരുടെ ഇഗ്നോറൻസ് കൊണ്ടും അവരവരുടെ പ്രജുഡിസ് കൊണ്ടും ഓരോ നിയമങ്ങളെ നിശ്ചയിക്കുകയാണ്. അപ്പം അവിടെ സംഭവിക്കുന്ന എന്താണ്, മറ്റേ ആളുകളുടെ റൈറ്റ്സ് അവിടെ വയലേറ്റഡ് ആവുകയാണ്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത എന്താണ്, സച്ച് ഡോക്ട്രിൻസ് ഹാവ് ബീൻ യൂസ്ഡ് ടു ഡിഫെൻഡ് സ്ലേവറി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് സെക്സ്, റേസ്, കളർ. അതായത് ഇപ്പം ഞാൻ മിസ് പറഞ്ഞല്ലോ, കുറെ ഫാൾസ് ബിലീഫ്സ് കൊണ്ട് ആളുകൾ ഇങ്ങനെ ഇനിക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡോക്ട്രിൻസ് എന്ന് വെച്ചാൽ എന്താ മീനിങ്, വിശ്വാസങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആളുകളുണ്ടല്ലോ, ഈ ഇനിക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്തിന്റെ ബേസിസിലാണ് ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ട് കാണുന്നത്, പിന്നെ സ്ലേവറിയെ ഡിഫെൻഡ് ചെയ്യുക, അതായത് സ്ലേവറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെങ്ങനായിരിക്കും ബാക്കിയുള്ളവരുടെ റൈറ്റ്സിനെ കുറിച്ച് ആലോചിക്കത്തില്ല. അതായത് ഈ വൈറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അമേരിക്കൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെങ്ങനെയാണ് ബ്ലാക്കിനെ കാണുന്നത്, സ്ലേവ്സ് ആയിട്ടാണ് പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരെ സ്ലേവ്സ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെ എന്താണ്, പിന്നെ അവരുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുകയും ചെയ്തു, നമ്മളെല്ലാം പോംസിനകത്തൊക്കെ പഠിച്ച പോലെ. അപ്പം സ്ലേവറിയുടെ പേരിൽ ഇതൊക്കെയാണ് ഫാൾസ് ബിലീഫ് എന്ന് പറയുന്നത്. സ്ലേവറിയുടെ പേരിൽ ആളുകളുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ discrimination on the ground of sex, race, color, descent, national or ethnic origin, or religious belief, or the basis of class or caste systems. അപ്പം പിന്നെ എന്തിന്റെ പേരിലൊക്കെയാണ് ഡിവിഷൻ അല്ലെങ്കിൽ ഇനീക്വാളിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകൾ, സെക്സിന്റെ പേരിൽ എന്ന് വെച്ചാൽ എന്താണ്, മെയിൽ ഓർ ഫീമെയിൽ, അതിന്റെ പേരിൽ അല്ലെ. മെയിൽ ഓർ ഫീമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കൂടുതലും ആർക്കാണ്, നമ്മുടെ പേട്രിയാർക്കി സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് പുരുഷാധിപത്യം. അപ്പം പിന്നെ ആ ഒരു ഇനിക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. പിന്നെ റേസ്, വംശത്തിനെ ബേസ് ചെയ്ത്. കളർ, അതായത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിവിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസെന്റ് എന്ന് വെച്ചാൽ വംശം, വർഗം എന്നുള്ള രീതിയിലാണ്. നാഷണൽ ഓർ എത്നിക് ഒറിജിൻ. പിന്നെ റിലീജിയസ് ബിലീഫ്, ഹിന്ദുസ്, മുസ്ലിം, ക്രിസ്ത്യൻസ്, പിന്നെ പല ഇതുണ്ടല്ലോ, ഡിവിഷൻസ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. പിന്നെ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, പണക്കാരൻ, പാവപ്പെട്ടവൻ. കാസ്റ്റ് സിസ്റ്റം, ലോ കാസ്റ്റ്, പിന്നെ ഹൈ കാസ്റ്റ്, അതിനെ വെച്ചിട്ട് അങ്ങനെ ഇത്രയും രീതിയിൽ മനുഷ്യരെന്ത് ചെയ്യുന്നു, ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടുവരുന്ന കുറെ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുന്നതിന് പകരം ഈ ഇത്രയും കാര്യങ്ങളുടെ ബേസിസിൽ മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും റൈറ്റ്സ് വയലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ദ ഐഡിയാസ് ഓഫ് ഇലാബറേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഹാവ് ബീൻ ഗ്രാജുവലി ട്രാൻസ്ഫോംഡ് ഇൻടു റിട്ടൺ നോംസ്. പിന്നെന്താണ് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഗവൺമെന്റ്സ്, അതായത് ഓരോ കൺട്രിയിലെ ഗവൺമെന്റ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, റൂളേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഗവൺമെന്റ്സ് അല്ലെങ്കിൽ റൂളേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ റൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതിനെ നല്ലപോലെ എന്താ പറയാ, അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ എഴുതി വെച്ചു, റൂൾസ് പോലെ, റിട്ടൺ നോംസ് പോലെ. റിട്ടൺ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൺ റൂൾസ് പോലെ എഴുതി വെച്ചു അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാം. അതായത് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരാവശ്യം കൊണ്ട് പതുക്കെ എന്ത് ചെയ്തു, ഈ ഹ്യൂമൻ റൈറ്റ്സിനെ എല്ലാം റിട്ടൺ റൂൾസ് ആയിട്ട് മാറ്റിവെച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ജനിക്കുമ്പോൾ തൊട്ട് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. പക്ഷെ അത് ശരിക്കും വയലേറ്റഡ് ആവാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഓരോ രാജ്യത്തെ ആളുകളും അല്ലെങ്കിൽ റൂളേഴ്സും എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഗവൺമെന്റ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, അപ്പോൾ അത് നമുക്ക് റൂൾസ് ആയിട്ട് എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു റൂൾസ് വയലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഗവൺമെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നടപടി എടുക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ നമുക്ക് ഇങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞു കിടന്നാൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് അത് റിട്ടൺ റൂൾസിന്റെ പേരിൽ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ എഴുതി വെച്ചു. പിന്നെ അങ്ങനെ കുറച്ച് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് ഈ താഴെ പറഞ്ഞേക്കുന്നത്. ലാൻഡ്മാർക്സ് എന്ന് വെച്ചാൽ ടേണിംഗ് പോയിന്റ്സ്, വഴിത്തിരിവുകൾ, കുറച്ച് അങ്ങനെ വഴിത്തിരിവുകളായ കുറച്ച് ഹ്യൂമൻ റൈറ്റ്സിനെ റിട്ടൺ റൂൾസ് ആക്കി മാറ്റിയപ്പോൾ ഉള്ള കുറെ കാര്യങ്ങളാണ് താഴെ പറഞ്ഞേക്കുന്നത്. ഇംഗ്ലണ്ടിൽ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞിട്ട് റൈറ്റ് കൊണ്ടുവന്നു. പിന്നെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കൊണ്ടുവന്നു.
ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവന്നു. ഇതിനെല്ലാം എന്താണ് നിങ്ങളുടെ ഗ്ലോസറിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് റിട്ടൺ ഡോക്യുമെന്റ് ആണ് ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള. ഇംഗ്ലണ്ടിൽ വന്ന അത് 1215 വന്നത്. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ ആ സമയം എന്താണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കിങ് അല്ലെങ്കിൽ ക്യൂനാണ് റൂൾ ചെയ്യുന്നത്. അപ്പോൾ കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ടിന്റെ സമയത്താണ് ഈ ഒരു മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത്, ഈ ഒരു റൂള് കൊണ്ടുവന്നത്. അതിനകത്ത് എന്താണ് എഴുതിയേക്കുന്നത്, ഇപ്പം ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൻ റൂൾ ചെയ്യുവാണെങ്കിൽ അയാൾക്ക് മാത്രമാണ് അവിടുത്തെ സിറ്റിസൺസിനെ ഭരിക്കാനുള്ളൊരു അവകാശം. ഗവൺമെന്റ് ആണെങ്കിൽ അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ടല്ലേ, കൂട്ടായ ഡിസിഷനൊക്കെ എടുക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, കിങ്ങും ക്യൂനും ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ്, കിങ് ഒരു നിയമം എടുക്കും, അതെല്ലാം നിയമം പറയില്ലെങ്കിൽ ഒരു റൂൾ ഉണ്ടാക്കും, ബാക്കി എല്ലാ സിറ്റിസൺസും അത് എന്താ പറയുക റെസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യണം എന്നാണ്. അപ്പോൾ അതിനെതിരെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ സിറ്റിസൺസിനൊരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കുന്നുമില്ല. ഇപ്പം കിങ്ങിനെതിരെ തന്നെ സിറ്റിസൺസിന് എന്തെങ്കിലും റൂള് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു റൂള് വരുന്നില്ല. അതായത് കിങ്ങിനെ ചോദ്യം ചെയ്യാൻ സിറ്റിസൺസിന് പറ്റും എന്നൊരു ലോ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, മാഗ്ന കാർട്ട എന്ന് പറഞ്ഞൊരു ഒരു റൂള് കൊണ്ടുവന്നു. അപ്പം അതിനകത്ത് എന്താ അതിനെ വെച്ച് ആ റൂളിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, കിങ്ങിനെ വരെ വേണമെങ്കിൽ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാം. ഈ കിങ് ആണെങ്കിലും ക്യൂനാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് റൂളർ ആണെങ്കിൽ പോലും ഈ മാഗ്ന കാർട്ട അനുസരിച്ച് നിയമത്തിന്റെ കീഴിൽ വരും എന്നാണ് മാഗ്ന കാർട്ടയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് 1628 ഡോക്യുമെന്റ് ആണ്, 1628 അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ സിറ്റിസൺസിനുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റുകൾക്കുള്ള, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സിറ്റിസൺസ് ആണ്, അപ്പോൾ അവർക്കുള്ള റൈറ്റ്സിനെ കുറിച്ചും ഫ്രീഡത്തിനെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനകത്തും പറഞ്ഞേക്കുന്നത്. പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു 1689 ആ വർഷത്തെ ഒരു ആക്ട് ആണ് അല്ലെങ്കിൽ ഒരു റൂളാണ്. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ബ്രിട്ടീഷ് പാർലമെന്റ് കുറച്ച് റൈറ്റ്സ് സിറ്റിസൺസിന് കൊടുത്തു. ഇപ്പം മൊണാർക്കി അല്ലെങ്കിൽ റൂള്, ഈ കിങ്ങിന്റെ മൊണാർക്കി എന്ന് വെച്ചാൽ രാജവാഴ്ച അല്ലെങ്കിൽ കിങ്ഷിപ്പ് എന്ന് പറയും. ഈ മൊണാർക്കിക്കെതിരെ നമുക്ക് വേണമെങ്കിൽ സിറ്റിസൺസിന് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശവും പിന്നെന്താണ് ഈ കിങ്ങും ക്യൂനും ലോയുടെ കീഴിൽ വരും എന്നാണ് ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സിനകത്തും പറഞ്ഞേക്കുന്നത്. അത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി. ഈ 3 കാര്യങ്ങളും ആരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, സബ്ജക്ട്സിനെ അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ച കുറച്ച് റൂൾസ് ആണ്. അപ്പോൾ ഇതാണ് ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ് ആയിട്ടുള്ള കുറച്ച് റിട്ടൺ ഡോക്യുമെന്റ്സ് ഫോർ സപ്പോർട്ടിങ് ദി സിറ്റിസൺസ് റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ആൻഡ് ഡ്യൂറിങ് ദി 18th സെഞ്ചുറി ആയപ്പോൾ ഈ ഒരു നാച്ചുറൽ ലോ ഉണ്ടല്ലോ, മിസ് പറഞ്ഞ നാച്ചുറൽ ലോ 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും, വർഷം ഇയർ എന്തായിരിക്കും, 18th സെഞ്ചുറി ഇപ്പോൾ 21st സെഞ്ചുറിയാണ്. അപ്പം നമ്മൾ 2021 2000 വെച്ചാണ് തുടങ്ങുന്നത്, ഇയേഴ്സ് അല്ല. അപ്പം 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഒരു 1700 അതുതൊട്ട് 1700 അതായത് 1700 തൊട്ട് 1790s വരെ ഉള്ള കാലഘട്ടത്തിനെയാണ് 18th സെഞ്ചുറി എന്ന് പറയുന്നത്. അല്ലാതെ 18 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷങ്ങളെ അല്ല, 17 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വർഷങ്ങളെയാണ്. 1700 ആണ്ടിലെ കുറിച്ചാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദ 18th സെഞ്ചുറിയിൽ എന്ത് സംഭവിച്ചു, ഏർലി ഐഡിയാസ് ഓഫ് നാച്ചുറൽ ലോ ഡെവലപ്ഡ് ഇൻടു ആൻ അക്സെപ്റ്റൻസ് ഓഫ് നാച്ചുറൽ റൈറ്റ്സ് ആയിട്ട് മാറി, പിന്നീട് അത് ലീഗൽ റൈറ്റ്സ് ആയിട്ട് മാറി. അതായത് നാച്ചുറൽ ലോ എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു, നേച്ചറിനൊരു ലോ ഉണ്ട്, നിയമമുണ്ട്, പിന്നെ ഗോഡിനൊരു നിയമമുണ്ട്. ഇതിനെല്ലാം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ഇതിന്റെ കീഴിൽ വരുന്നതാണ്. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നാച്ചുറൽ ലോ ആണ്. ഈ നാച്ചുറൽ ലോയെ പതുക്കെ തന്നെ നാച്ചുറൽ റൈറ്റ്സ് ആക്കി മാറ്റി ഗവൺമെന്റ്സ് അല്ലെങ്കിൽ ആളുകൾ. ഈ ഒരു നാച്ചുറൽ റൈറ്റ്സിനെ പിന്നെ എന്താക്കി മാറ്റി, ലീഗൽ റൈറ്റ്സ് പോലെ ആക്കി. ആൻഡ് ഈ റൈറ്റ്സ് എന്താണ്, ഫോർ ദ ഫസ്റ്റ് ടൈം ദേ ആർ റിട്ടൺ ഇൻടു നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻസിലും ഭരണഘടനകളിലും ഈ ഒരു നാച്ചുറൽ റൈറ്റ്സിനെ ഉൾപ്പെടുത്താൻ തുടങ്ങി. അത് അങ്ങനെ എന്താണ്, അപ്പം ദസ് റിഫ്ലക്റ്റിംഗ് ആൻ ഓൾമോസ്റ്റ് കോൺട്രാക്ച്വൽ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ വിച്ച് എംഫസൈസ് ദ പവർ ഓഫ് ദി സ്റ്റേറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ അസെന്റ് ഓഫ് ദ ഫ്രീ ഇൻഡിവിജ്വൽ. അങ്ങനെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ഈ ഒരു നാച്ചുറൽ റൈറ്റ്സിനെ അല്ലെ ലീഗൽ റൈറ്റ്സ് ആക്കി മാറ്റി എഴുതി വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, നമ്മുടെ സിറ്റിസൺസിന് കുറച്ചും കൂടി ഫ്രീഡം കിട്ടി. അതായത് ഒരു ഗവൺമെന്റിന് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഭരിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന്റെ സമ്മതം കൂടി വേണം, അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുകൂടി വേണം ഭരിക്കേണ്ടത് എന്നായി മാറി. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ അല്ലെങ്കിൽ നാച്ചുറൽ റൈറ്റ്സിനെ ലീഗൽ റൈറ്റ്സ് ആക്കി എഴുതി വെച്ചപ്പോൾ എന്താണ്, ആർക്കാണ് അവിടെ സുപ്പീരിയോറിറ്റി കിട്ടിയത്, സിറ്റിസൺസിന് അവിടെ സുപ്പീരിയോറിറ്റി കിട്ടി. അങ്ങനെ സ്റ്റേറ്റും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റും സിറ്റിസൺസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ,
അതൊരു തരത്തിലുള്ളൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പായിട്ട് മാറി. ബേസ്ഡ് ഓൺ എ കോൺട്രാക്ട്. അതാണ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിരിക്കും ഈ ഒരു സ്റ്റേറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ്റും സിറ്റിസൺസും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് പോകുന്നത്. സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിറ്റിസൺസിൻ്റെ റൈറ്റ്സും കൂടി സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം ഗവൺമെൻറ്റ്സ്. അതാണ് പറഞ്ഞേക്കുന്നത്. And then French Declaration of the Rights of Man and of the Citizen of 1789 and the American Bill of Rights of 1791 were based on this premise. During the 19th century, this principle was adopted by a number of independent states and the social and economic rights also began to be recognized. Despite the recognition accorded to human rights in national constitutions, these rights were sometimes curtailed or eliminated by legislation or by arbitrary means. ഇപ്പം ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺസ് ഓഫ് 1789 ആൻഡ് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പോൾ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദി എന്താണ് റൈറ്റ്സ് ഓഫ് മാനും പിന്നെന്താണോ പറഞ്ഞേക്കുന്നത്, പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ മാഗ്ന കാർട്ട എന്നൊക്കെ പഠിച്ചില്ലേ, അതുപോലെ കുറേ റൈറ്റ്സിനെ കുറിച്ച് പറയുവാണ്. ഫ്രാൻസുകാരുടെ, അതായത് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാനും സിറ്റിസൺ ഓഫ് 1789 അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1791 ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് നിയമഭേദങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലോസറിക്കകത്ത് ഇതിൻ്റെ എല്ലാ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ അതെന്ന് വെച്ചാൽ എന്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് ഈ ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് ആളുകളെ എന്താണ് ഈ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടാണ് കൊല്ലുന്നത്. അതായത് തല വെട്ടിയെടുക്കും. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മാസമായിട്ട് ഇങ്ങനെ തലയങ്ങ് വെട്ടിക്കളയും. മാസമായിട്ടെന്ന് വെച്ചാൽ ആളുകൾ കൂട്ടത്തോടെ ഇങ്ങനെ വെച്ചിട്ട് തല വെട്ടിക്കളയും. ഒരു സംഭവത്തിലോട്ട് കഴുത്തിങ്ങനെ വെക്കും. എന്നിട്ട് ഒരു സാധനം ഇങ്ങനെ താക്കുമ്പോൾ തലയങ്ങ് വെട്ടും. അപ്പം ആ സമയത്ത് എന്താണ് ഭയങ്കരമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ വയലേറ്റഡ് ആവാൻ തുടങ്ങി ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത്. അങ്ങനെ കൊണ്ടുവന്ന് ഈ സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സംഭവമാണ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദി മാൻ ആൻഡ് ദി ഓഫ് ദി സിറ്റിസൺ എന്ന് പറഞ്ഞത്. അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതും ഗ്ലോസറിക്കകത്ത് കിടപ്പുണ്ട്. അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ US കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഭരണഘടന, അതിനകത്ത് കുറച്ച് ഭേദഗതികൾ കൊണ്ടുവന്നു. 10 ചേഞ്ചസ് വരുത്തി. അത് 1791 ചേഞ്ചസ് ഒക്കെ വരുത്തിയത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിറ്റിസൺസിൻ്റെ റൈറ്റ്സ്, അതായത് അവിടുത്തെ ആളുകളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആവണം, റെസ്പെക്റ്റ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് റൈറ്റ്സ് കൊണ്ടുവന്നാലും ആർക്കാണ് ഇമ്പോർട്ടൻസ്? സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഡ്യൂറിങ് ദ 19th century എന്താണ്, ദിസ് പ്രിൻസിപ്പിൾ വാസ് അഡോപ്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ഓൾസോ ബിഗാൻ ടു ബി റെക്കഗ്നൈസ്ഡ്. സിറ്റിസൺസിന്റെ റൈറ്റ്സ് അങ്ങനെ 19th നൂറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈ നിയമങ്ങൾ കൊണ്ടുവന്നു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്, സിറ്റിസന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിയമങ്ങൾ കൊണ്ടുവന്നു. 19th century ആയപ്പോൾ എന്താണ്, സിറ്റിസൺസിന്റെ സോഷ്യൽ ആൻഡ് as well as എക്കണോമിക് റൈറ്റ്സും കൂടി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ റൂള് വരാൻ തുടങ്ങി. ആൻഡ് ദെൻ പിന്നെന്താണ്, എന്തൊക്കെ റൂൾസ് കൊണ്ടുവന്നാൽ പോലും, അതായത് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കൊണ്ടുവന്നിട്ട് പോലും എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ അവിടെ ഇവിടെ എന്താണ് ചെയ്യാൻ വന്നത്, കർട്ടൈൽഡ് ആവാൻ തുടങ്ങി അല്ലെങ്കിൽ എലിമിനേറ്റഡ് ആവാൻ തുടങ്ങി. അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരെ എഴുതി വെച്ചു ഓരോ രാജ്യങ്ങൾ. പക്ഷേ എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ വയലേറ്റഡ് ആവാൻ തുടങ്ങി. കർട്ടൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വയലേറ്റഡ് ആവാൻ തുടങ്ങി എന്നുള്ളൊരു മീനിങ് ആണ്. അത് ഒന്നെങ്കിൽ എന്താണ്, ലോസ്, അതായത് ഇപ്പോൾ ലീഗൽ റൈറ്റ്സ് ആക്കി മാറ്റിയല്ലോ, അപ്പം നിയമത്തിൽ വെച്ച് തന്നെ കുറച്ച് ലൂപ്പ് ഹോൾസ് വെച്ച് തന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ ആളുകൾ വയലേറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്താണ്, ആർബിട്രറി മീൻസ്, അതായത് ഏകപക്ഷീയമായ, അതായത് ഒരാളെ മാത്രം ഫേവർ ചെയ്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്തൊക്കെ ചെയ്തിട്ട് പോലും നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് വെച്ചിട്ടും പിന്നെന്താണ്, അല്ലാതുള്ള ആളുകളുടെ തീരുമാനം വെച്ചിട്ടും, അതായത് ഒരു സൈഡിനെ മാത്രം ഫേവർ ചെയ്യുന്നു, ബാക്കിയുള്ളവരെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് പിന്നെയും ഹാപ്പൻ ചെയ്യാൻ തുടങ്ങി. സ്റ്റേറ്റ്സ് തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഹ്യൂമൻ റൈറ്റ്സ്, അതായത് സിറ്റിസൺസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യാനും തുടങ്ങി. എന്തൊക്കെ എഴുതി വെച്ചാൽ പോലും ഇത്രയധികം വയലേഷൻസ് പിന്നെയും നടക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ the first international treaties concerning human rights were linked with acceptance of freedom of religion. പിന്നെന്താണ്, ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്സിലെ ഓരോ ഗവൺമെന്റുകളും അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് വലിയ ഘോരമായിട്ടൊക്കെ എഴുതി വെച്ചു. പക്ഷേ ഇനി അടുത്ത എന്താ നമ്മൾ പറയാൻ പോകുന്നത്, ഇന്റർനാഷണൽ ഉടമ്പടികൾ, അതായത് ഇന്റർനാഷണലി
കുറേ ട്രീറ്റീസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പം നാഷണൽ, അതായത് ഇപ്പം ഓരോ രാജ്യങ്ങളിൽ കൊണ്ടുവന്നു ഓരോരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. പിന്നെന്താണ്, പല രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ കാണുമല്ലോ. അപ്പം അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്റർനാഷണൽ റൂൾസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രീറ്റീസ് കൊണ്ടുവരാൻ തുടങ്ങി. ട്രീറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടികൾ കൊണ്ടുവരാൻ തുടങ്ങി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമായി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അപ്പം അത് നിശ്ചയിക്കുക അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഹ്യൂമൻ റൈറ്റ്സിനെ ഇന്റർനാഷണൽ ലെവലിലും കൂടെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ. അപ്പോൾ അത് എന്താണ്, ഫ്രീഡം ഓഫ് റിലിജൻ വരുന്നു. ഫ്രീഡം ഓഫ് റിലിജനകത്ത് അതായത് ഏത് റിലിജൻ വേണമെങ്കിലും അവിടുത്തെ ആളുകൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു നിയമം അല്ലെങ്കിൽ ഒരു റൈറ്റ് കൊണ്ടുവരുവാണ്. അതിനെ ഫ്രീഡം ഓഫ് റിലിജനെ ബേസ് ചെയ്തിട്ടുള്ള കൊണ്ടുവന്ന കുറച്ച് ലീഗൽ റൈറ്റ്സ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ട്രീറ്റീസ് ഓഫ് വെസ്റ്റ്ഫേലിയ, അബോളിഷൻ ഓഫ് സ്ലേവറി, അതൊക്കെ. ട്രീറ്റീസ് ഓഫ് വെസ്റ്റ്ഫേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് റിലിജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ്. അബോളിഷൻ ഓഫ് സ്ലേവറി, അതായത് മിസ് പറഞ്ഞു, ഈ അമേരിക്കക്കാർ ആവശ്യമില്ലാത്ത ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളെ, ആഫ്രിക്കൻസിനെ സ്ലേവ്സ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്, വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നു. അതിനെതിരെയും ഒരു ഇന്റർനാഷണൽ നിയമം വന്നു. കാരണം എന്താണ്, മറ്റേ ഫ്രീഡം ഓഫ് റിലിജിയന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വന്ന ഒരു നിയമമാണ് ട്രീറ്റീസ് ഓഫ് വെസ്റ്റ്ഫേലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അബോളിഷൻ ഓഫ് സ്ലേവറിയെ കുറിച്ച്, അതായത് സ്ലേവറിയെ ബേസ് ചെയ്തുകൊണ്ടും ഒരു ഇന്റർനാഷണൽ ട്രീറ്റി കൊണ്ടുവന്നു. സ്ലേവറി എന്ന് പറയുന്നത് എന്താണ്, കോൺഗ്രസ് ഓഫ് വിയന്ന, അതായത് ഗവൺമെന്റ് ഓഫ് വിയന്ന, വിയന്നയിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ വിയന്നയിലെ കോൺഗ്രസും ഈ സ്ലേവറി എന്ന് പറഞ്ഞ സംഭവത്തിനെ എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ ബാൻ ചെയ്തതാണ് 1815. അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഇന്റർനാഷണൽ ട്രീറ്റീസിനെയും അല്ലെങ്കിൽ ഇന്റർനാഷണൽ റൂൾസും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനെക്കുറിച്ച്, ഈ സ്ലേവറി അബോളിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അബോളിഷൻ ഓഫ് സ്ലേവറിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ സ്ലേവറി അബോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന റൂൾസ് ആണ് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. Treaty of Washington of 1862, documents of the conference in Brussels in 1867, 1890 and Berlin in 1885. ഇതെല്ലാം സ്ലേവറിയെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കുറച്ച് റൂൾസ് ആണ്. പിന്നെ ഇനി അടുത്ത എന്തിനെയൊക്കെ വെച്ചിട്ടാണ് അപ്പം ഇന്റർനാഷണൽ റൂൾസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രീറ്റീസ് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്? ഫസ്റ്റ് ഫ്രീഡം ഓഫ് റിലിജിയൻ, സെക്കൻഡ് സ്ലേവറി. ഇനി മൂന്നാമത്തെ എന്താണ്, ലോസ് ഓഫ് വാർ, അതായത് രാജ്യങ്ങൾ തമ്മിൽ വാർ നടക്കുമല്ലോ, അപ്പൊ അതിനെതിരെയും വാറിനെതിരെയും എന്ത് കൊണ്ടുവന്നു, കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതാണ് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. ഡിക്ലറേഷൻ ഓഫ് പാരീസ് ഓഫ് 1856, ഫസ്റ്റ് ജനീവ കൺവെൻഷൻ എന്ന് വെച്ചാൽ മീറ്റിംഗ് ഓഫ് 1864, പിന്നെ ഹേഗ് കൺവെൻഷൻസ് കൊണ്ടുവന്നു. അപ്പൊ ഇത്രയും ഇത് എന്തിനെ കുറിച്ചാണ്, വാറിനെതിരെ കൊണ്ടുവന്ന കുറച്ച് റൈറ്റ്സ് ആണ്. അപ്പൊ എന്തിനെതിരെയൊക്കെയാണ്, സ്ലേവറിക്കെതിരെ, റിലിജനെതിരെ എന്നല്ല, ഫ്രീഡം ഓഫ് റിലിജൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, പിന്നെ സ്ലേവറിക്ക് എതിരെ കൊണ്ടുവന്നു, വാറിനെതിരെ കൊണ്ടുവന്ന് കുറച്ച് റൂൾസ്. അതാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിനുശേഷം എന്താണ്, ഒരു ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനും കൂടി സ്റ്റാർട്ട് ചെയ്തു. ഈ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വാർ നടക്കുമല്ലോ, ഈ വാർ നടക്കുന്ന സമയത്ത്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാർ നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അനീതികൾ അവിടെ ഹാപ്പൻ ചെയ്യും, ഇൻജസ്റ്റിസസ്. അതായത് നമ്മൾ വിചാരിക്കും ഷൂട്ടിങ് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ സോൾജേഴ്സ് തമ്മിലാണ് വാർ എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, റേപ്സ് ഒക്കെ നടക്കും. പിന്നെ പല ടൈപ്പിലുള്ള പിള്ളേരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ എക്കണോമിക് റിസോഴ്സസ്, അതായത് വീടുകളൊക്കെ സോൾജേഴ്സ് അല്ലെങ്കിൽ പോലും ആളുകൾ കൊള്ളയടിക്കും, ബാങ്കുകൾ കൊള്ളയടിക്കും. പിന്നെ ഒരു അനാർക്കി അല്ലെങ്കിൽ ഒരു ലോലെസ്നെസ് ആയിരിക്കും സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഉണ്ടാവുന്നത്. സ്ത്രീകളെ നല്ല രീതിയിൽ ഉപദ്രവിക്കും. ഇപ്പം കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും, വയസ്സായവരെ ആണെങ്കിൽ പോലും, പല ടൈപ്പ്, അതായത് സോൾജേഴ്സിനെ മാത്രമല്ല അറ്റാക്ക് ചെയ്തത്, ബാക്കിയുള്ള ആളുകളെ മൊത്തം കൊല്ലാനൊക്കെ വരും ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനെതിരെ, അതായത് ആ വാർ നടക്കുന്ന സമയത്ത് വാറിനകത്തുള്ളവരെ ശുശ്രൂഷിക്കാനും, വൂണ്ടഡ് ആയിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കാനും, പീസ് ഡെവലപ്പ് ചെയ്യാനും, വാർ നടക്കുന്ന സമയത്ത് ആളുകളുടെ അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും, അതൊക്കെ റൈറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാനും ഒക്കെയാണ് ഈ ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത്. അത്